ഹായ്, എൻ്റെ പേര് അഖിൽ. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തുനിന്നാണ്, ട്രിവാൻഡ്രം കാട്ടാക്കട. എനിക്ക് 2016 ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീൽ ചെയറിലായത്. അതിന് മുന്നേ വരെ ഞാൻ എല്ലാവരെ പോലെ നടക്കുന്നതും ഓടിക്കളിക്കുകയും ചാടിക്കളിക്കുകയും ബൈക്കൊക്കെ ഓടിക്കുമായിരുന്നു. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. പിന്നെ 2016 ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കവെയായിരുന്നു എനിക്ക് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. അതിനുശേഷമാണ് എനിക്ക് സ്പാൻ കോഡ് ഇഞ്ചറി പറ്റി ഞാൻ ഈ വീൽ ചെയറിലായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വെല്ലൂർ എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. അപ്പം വെല്ലൂർ പോയാൽ നടക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പിന്നെ വെല്ലൂർ പോയാൽ എല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അപ്പോൾ വെല്ലൂരത്തേക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. പിന്നെ വെല്ലൂർ പോയ ശേഷമാണ് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ജീവിതം, ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന അത് വേറൊരു ഇതാണ്. നമുക്കൊരു പുനർജീവൻ തരാൻ വേണ്ടിയിട്ട് ഈ അവസ്ഥയിൽ എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകാം, എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാം എന്നൊക്കെ പഠിപ്പിച്ചു തരുന്നതാണ് അവിടെയാണെന്ന്. അപ്പം നല്ല വിഷമം തോന്നി, ഇനി നടക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയത്. അപ്പോഴത്തേക്കും പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളൊരു ബോധ്യം വന്നപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിൽ ഇനി ഞാൻ ഈ 4 ചുവരുകളിൽ നിന്ന് പുറത്ത് വരത്തില്ല എന്നുള്ളൊരു വിചാരം വരെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ലൈഫ് ഇങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല, എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും പ്രചോദനമാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നല്ലൊരു മാതൃകയാവണം. അങ്ങനെ ഇപ്പം എൻ്റെ ലൈഫ് എനിക്കൊരിക്കലും വിട്ടുകൊടുക്കാൻ വേണ്ടി, ഈ ഒരു വിധിക്ക് മുന്നിൽ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സ് വന്നില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെ സ്പോർട്സ് ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ. അങ്ങനെ എൻ്റെ ഒരു ചേട്ടൻ്റെ ഫ്രണ്ട് വഴിയാണ് സിദ്ധാർത്ഥ ബാബു എന്ന് പറയുന്ന ഒരു പാരാളിമ്പിക് ഷൂട്ടറിനെ മീറ്റ് ചെയ്യുന്നതും. പുള്ളി പറഞ്ഞ് എന്നെ ട്രെയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ കീഴിലാണ് ഞാൻ ഇപ്പോൾ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനുശേഷം 2019 ഞാൻ ഈ ഷൂട്ടിങ്ങിലോട്ട് വരുന്നത്. ഷൂട്ടിങ് വന്നിട്ട് 2019 തന്നെ സ്റ്റേറ്റിൽ എനിക്ക് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. 2020 ഞാൻ നാഷണലിന് പോയി. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം എനിക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സാമ്പത്തികവും അല്ലാതെ പ്രാക്ടീസിന് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം 2 കൊല്ലം ബ്രേക്കായിരുന്നു. പിന്നെ ഈ കൊല്ലം എങ്ങനെയെങ്കിലും പോയേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതങ്ങ് ബ്രേക്കായി, ഇതങ്ങ് സ്പോയിലായി പോകുമെന്നുള്ളൊരു ബോധം വന്നുകൊണ്ടാണ്. കയ്യിലൊന്നുമില്ല, ഒരു ബേക്കപ്പും ഇല്ല, എന്നിട്ടും ആണ് ഞാൻ ഇതിലോട്ടും പിന്നെ ഈ പ്രാവശ്യം ഫുൾ സ്വിങ്ങിൽ ഇറങ്ങിയത്. അങ്ങനെ ഇപ്പം ഈ പ്രാവശ്യം സ്റ്റേറ്റിൽ ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾ സോണലിൽ പോയി, സോണലിൽ ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാഷണലിൽ പോയി, നാഷണൽ ക്വാളിഫൈഡായി. ഇനി അടുത്ത് ട്രയൽസിൽ പോകണം, ട്രയൽസിൽ ക്വാളിഫൈഡ് ആവണം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ഈവൻറ്റ്സിൽ പോകണം, അതിൽ നിന്നൊരു സെലക്ഷൻ കിട്ടണം. ഇതൊക്കെയാണ് ആവശ്യം. പക്ഷേ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ മുന്നിലുണ്ട്. അതൊക്കെ തരണം ചെയ്ത് വേണം എനിക്കിനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അഖിൽ, ഒരു ചോദ്യം എനിക്ക് അഖിലിനോട് ചോദിക്കാനുള്ളത്, അഖിലിന് എന്താണ് ആൾക്കാരോട് പറയാനുള്ളത്? ജീവിതത്തിൽ സിറ്റുവേഷൻസ് വരും, അപ്പം അഖിൽ ഫേസ് ചെയ്തപ്പോൾ അഖിൽ പഠിച്ച വലിയ പാഠം എന്താ ജീവിതത്തിൽ? ജീവിതം എന്ന് പറയുമ്പോൾ ഒരു പാരൽ ലൈനായിട്ട് പോകത്തില്ല ഒരിക്കലും. ഇപ്പം നിൽക്കണത് ഇപ്പം തന്നെ ചിലപ്പം കാല് ഒന്ന് മടുത്ത് വീണാൽ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ 2 കൈയില്ലെങ്കിലും എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൽ ഇപ്പം ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഒരു സമൂഹവും നമ്മുടെ മെഡിക്കൽ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്ത് പ്രതിസന്ധികളിലും വീട്ടിനുള്ളിൽ ഒതുങ്ങിപ്പോവാതെ, തളർന്നു പോവാതെ, എന്താ പറയുക,
നമുക്ക് നമ്മളുള്ളിലുള്ള ആ ഒരു തീയനെ പുറത്ത് കൊണ്ടുവരണം. കാരണം നമ്മൾ ജന്മന ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ എല്ലാവരെ പോലെ ആയിരുന്നു, എന്നിട്ടാണ് ഇങ്ങനെ ആയത്. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു, ബൈക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ലൈഫിൽ നിന്നാണ് ഞാൻ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതിലോട്ടായത്. എന്നിട്ടും എനിക്ക് പിന്നെയും കുറച്ച് നാൾ നല്ല ഡിപ്രഷനിലായിരുന്നു. അതിപ്പം മനുഷ്യനല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ ഓവർകം ചെയ്തു. ഞാൻ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്തു. ഞാൻ അറൗണ്ട് ഒരു 1 year സ്റ്റക്കായി നിന്നുള്ളൂ. അതിനുശേഷം ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങി. വീട്ടിനുള്ളിൽ തന്നെ അല്ലായിരുന്നു. അപ്പം അഖിലിന് നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വൺ മെസ്സേജ് ദാറ്റ് യു വാണ്ട് ടു കൺവേ ടു യുവർ വ്യൂവേഴ്സ്? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിരിക്കും. കാരണം ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ എല്ലാം നമ്മൾ ഓവർകം ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. എപ്പോഴായിരുന്നാലും എല്ലാം ഓക്കെ ആവും. പക്ഷേ നമ്മൾ വേണം ഓക്കെ ആക്കാൻ. നമുക്ക് ആരും ഒന്നും ഓക്കെ ആക്കി തരത്തില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഇപ്പം കുറേ പേര് പറയുന്നുണ്ട്, എനിക്കിനി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാം, ഞാൻ ഓക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇമ്പ്രൂവ്മെൻറ്റ് വരട്ടെ, അതുവരെ നമുക്ക് പുറത്തിറങ്ങി നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. സമയം തിരിച്ച് കിട്ടത്തില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പം അത് വന്നോട്ടെ. ബാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടു കൊടുക്കുക. അത്രയേ ഉള്ളൂ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ഇതാണ് അഖിലിൻ്റെ ഒരു സ്റ്റോറി. ആൻഡ് അഖിൽ ഇസ് ഫ്രം ട്രിവാൻഡ്രം. നമ്മൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഓർഡിനറി പീപ്പിളിൻ്റെ ഒരു യാത്രയാണ് നമ്മളുടെ വി ഫോർ വിക്ടറി പ്രോഗ്രാമിൽ നമ്മൾ കാണിക്കുന്നത്. ആൻഡ് ഈ വി ഫോർ വിക്ടറി പ്രോഗ്രാമിന് വി ഡോണ്ട് ഹാവ് എനി സ്പോൺസേഴ്സ്. നമ്മൾക്ക് അഡ്വർടൈസ്മെൻറ്റ് മണി ഒന്നുമില്ല. We are just going, we are taking ourselves into the crowd so that we can find people like Akhil who has shown a path to us, like Jeevathil endellam vannalum, be strong, face it and go for it guys. And the parana stories aanu Akhil pollarku parayan, and these are stories of just ordinary people, and this is V for Victory, and we stand together and we show these stories all over the world to everybody out there so that people get inspired and people try to live their lives to the fullest. That's what we always want. We want people to live their life to the fullest. Thank you, ladies and gentlemen. This is me, Priya Jacob, signing off. So until we meet next, it's a big bye from my side.